ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനൻ ബാലചന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക കേട്ടോ. കാരണം ഇവിടുന്ന് ചാടിത്തുമ്പിച്ച് വീട്ടിൽ പോയതാണല്ലോ അലീനയും കൂട്ടി. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയണ്ട്, അതെ, ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി, എല്ലാത്തിനും ഞാൻ അടിച്ചോടിച്ച് വിട്ടു. അതിന് ഹരി അവിടെ വേറെ എന്തെങ്കിലും അലീനയെ കൊണ്ടുവന്നില്ല അവരൊന്നും പറഞ്ഞില്ല. അവരിവിടെ കയറി ഭരണം അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഇവരെന്തിനാണ് ഭരിക്കുന്നത്? എല്ലാം വേഷങ്ങളാണ്. വയ്യയുടെ ആങ്ങളമാരെല്ലാം, പ്രത്യേകിച്ചും ആ രണ്ടെണ്ണം വിഷമാണ് ഗോവർദ്ധന, വിഷം. ഒന്നിനെയും ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ചതിയന്മാർ. എന്തായാലും ഞാൻ എല്ലാത്തിനും അടിച്ചിറക്കിയിട്ടുണ്ട്. അലീനെ അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഇപ്പോൾ അവരില്ലേ? അവരിപ്പോൾ ഇല്ല. ഒരു കാര്യം ചെയ്യണം, അവരെന്ത് പറഞ്ഞാലും ശരി തന്നെ, ബാലചന്ദ്രൻ ഏട്ടൻ പറയുന്നതിനപ്പുറം ഞാൻ അനങ്ങില്ല എന്ന് നീ പറഞ്ഞേക്കണം. ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കൊള്ളും, നീ പറഞ്ഞേക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലും മുട്ടയൊക്കെ ആയിട്ട് നമ്മുടെ അലീന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തേ വിശപ്പൊന്നും തോന്നുന്നില്ലേ? ഒന്നും കഴിച്ചില്ലല്ലോ ഇതുവരെ ആയിട്ടൊന്ന് പറയാം. എനിക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു. ചില കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലും മനസ്സിന് പ്രയാസം വന്നാൽ നമ്മുടെ വിഷമൊക്കെ കെട്ടുപോകില്ലേ മോളെ? അപ്പോൾ അലീനയും പറയാം, ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്കും വിഷമമായി കഴിഞ്ഞാൽ ഞാനും ഒന്നും കഴിക്കാറില്ല, എനിക്കും വിശപ്പൊക്കെ പോവും. അപ്പോൾ നീ ഇതുവരെ ഒന്നും കഴിച്ചില്ല അല്ലേ? അല്ല അച്ഛാ, അത് ഇനി കൂടുതൽ നീ ഒന്നും സംസാരിക്കണ്ട. പിന്നെ ആദ്യം പോയി ആഹാരമൊക്കെ കഴിക്കട്ടോ. നീ കഴിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അലീനെ തള്ളിവിടുന്നുണ്ട്. അലീന എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് താഴോട്ട് പോവുക. ഈ സമയത്ത് മനു അങ്ങോട്ട് വരുന്നുണ്ട്. മനു അകത്തേക്ക് കയറി വരിക കേട്ടോ. അങ്ങനെ അലീനെ വന്ന് കാണുകയാണ്. അലീനയ്ക്ക് നല്ല വിഷമമുണ്ട് അവിടുത്തെ കാര്യങ്ങൾ നടന്നതിൽ. അപ്പോൾ മനു പറയണ്ട്, അലീനെ, എനിക്ക് നിന്നോടൊരു സോറി പറയാനുണ്ട്. എന്താണ്? അതല്ലെന്നേ, എൻ്റെ അമ്മയും സഹോദരനും അച്ഛനും ഒക്കെ കൂടെയല്ലേ നിന്നോട് ഈ പ്രവൃത്തിയെല്ലാം കാണിച്ചത്. അതിന് ഞാനെങ്കിലും നിന്നോട് ക്ഷമ പറയണ്ടേ? വേണ്ട, അതൊക്കെ ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിനിപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന കാലം മുഴുവനും ഇത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും മനുവേട്ടാ. അല്ലെങ്കിലും ഞാനിവിടുത്തെ ആരുമല്ല. ഞാൻ വന്നു കയറിയവളല്ലേ. ഞാനിതൊക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യേണ്ടവളാണ്. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ശരിയാവുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട്. അതുകൊണ്ട് മനുവേട്ടൻ എന്നോട് ക്ഷമയൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ മനുവേട്ടന് വിശപ്പില്ലേ, എന്തെങ്കിലും കഴിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ വിശപ്പൊക്കെ കെട്ടുപോയി. അതെന്താ അങ്ങനെ? നിനക്കറിയോ, ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ തങ്ങിക്കഴിഞ്ഞാൽ വിശപ്പ് പോലും അറിയില്ല. ചിലപ്പോൾ പ്രേമ നൈരാശ്യം കൊണ്ടോ, അല്ലെങ്കിൽ പ്രേമത്തിലിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും വയ്യായിക വന്നാലോ, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായാലോ, അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴൊന്നും നമുക്ക് വിശപ്പുണ്ടാവില്ല. നിനക്കറിയോ, ഇപ്പോൾ വൈജ ആൻറ്റി ആശുപത്രിയിലായി എന്നറിഞ്ഞ നിമിഷം മുതൽ എനിക്കൊരു തുള്ളി വെള്ളം അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അത്രയ്ക്ക് സങ്കടമാണ്. അപ്പോൾ നമ്മൾ അനീനയും പറഞ്ഞിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ്, നല്ല വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഞാൻ കാരണം ഈ കുടുംബം ഇങ്ങനെയായി. അച്ഛനാണെങ്കിൽ ഒരുപാട് വിഷമമായി. നീ കാരണമോ? നീ ഒന്നും കാരണമല്ല. എൻ്റെ വീട്ടുകാരൊക്കെ തന്നെയല്ലേ ഇതിനൊക്കെ കാരണം. അല്ല മനുവേട്ടാ, ഞാനിതിൽ പ്രധാന കണ്ണി അല്ലേ. ഞാനിവിടെ വരാൻ പാടില്ലാത്തവളായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അച്ഛൻ എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാ അവരോടൊക്കെ എന്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞു എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു? നാണം കെട്ടതും നാറി ജീവിക്കുന്നതും എൻ്റെ അച്ഛൻ മാത്രമല്ലേ. പാവം ആ മനുഷ്യൻ എന്ത് പിഴച്ചു? എന്നെ സ്നേഹിക്കേണ്ട കടമ അദ്ദേഹത്തിനുണ്ടോ? എന്നെ പിടിച്ച് നിർത്തേണ്ട ഒരു കടമയുണ്ടോ? എന്നിട്ടും എനിക്ക് വേണ്ടി കൂടെ നിൽക്കുന്നില്ലേ? അറിഞ്ഞ സത്യങ്ങളെല്ലാം പുറത്ത് പറയാൻ പറ്റുന്നില്ല. ആരോട് പറയാൻ പറ്റും? മക്കളോട് പറയാൻ പറ്റുമോ? ഭാര്യയോട് പറയാൻ പറ്റുമോ? ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പം മനുവേട്ടൻ അറിഞ്ഞു, അത്രയുള്ളൊരു ആശ്വാസം. പിന്നെ ഇതെല്ലാം ഉള്ളിലടക്കി എന്നിട്ട് അച്ഛൻ പറയുവാണ്, ഞാനാണ് അച്ഛൻ്റെ പിടിവള്ളിയെന്ന്. അച്ഛനൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഞാനല്ലേ ഉള്ളൂ, ഞാൻ മാത്രമാണ് അച്ഛൻ്റെ ഏക ആശ്രയം എന്നൊക്കെ പറയുമ്പോൾ മനുവേട്ടാ, ഞാൻ എങ്ങനെയാണ് ഇവിടെ വിട്ട് പോവുക? എന്നെ ഇത്രത്തോളം കെയർ ചെയ്യുന്ന എൻ്റെ അച്ഛന് വേണ്ടി ഞാനിതെല്ലാം സഹിച്ച് ഇവിടെ നിൽക്കല്ലേ വേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന പറയാം. പക്ഷേ മനുവിനെ അതൊക്കെ കേട്ടിട്ട് മനു പറയണത്, നീ ഇത്രത്തോളം ഒന്നും ചിന്തിക്കേണ്ടായിരുന്നു. ചിന്തിക്കണം. എനിക്കൊരാളൊരു പ്രൊട്ടക്ഷൻ തരുന്നു എന്നും പറഞ്ഞ് എല്ലാം കൈപ്പിടിയിലായെന്ന് വിചാരിച്ച് അഹങ്കരിച്ച് ജീവിക്കാമോ? ഞാനിതൊക്കെ ചിന്തിച്ചും കണ്ടും കേട്ടും തന്നെയാണ് മുന്നോട്ട് പോവേണ്ടത്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇത്രത്തോളം നീ ചിന്തിച്ച് തല ഉണ്ടാക്കേണ്ട അലീനെ. നീ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ നിനക്ക് വേണ്ട. ഞാനില്ലേ നിനക്ക്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ എന്നും പറഞ്ഞ് അലീനെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന മനുവിനെ കെട്ടിപ്പിടിച്ച് ഒരു ആശ്വാസത്തിന് അങ്ങനെ നിൽക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഹരിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഹരിയാണെങ്കിൽ ഒരു പെണ്ണിനെ വിളിച്ചും കൊണ്ട് ഒരു റിസോർട്ടിൽ പോവുകയാണ്. ആ പെങ്കുച്ചിനാണെങ്കിൽ ഹരിയുടെ കൂടെ ഹരിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെയും കൂട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്നും. ആടി മേയ്ക്കാൻ കാനന ചവലയിലേക്ക് പോവാടി എന്നും പറഞ്ഞാണ് വിളിച്ചിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ഒരു വിജനമായ സ്ഥലത്ത് ഒരു വീട്, റിസോർട്ട് പോലെ. അവിടെ
ഒരേ ഒരാൾ മാത്രമേ അവിടെ ഉള്ളൂ. അയാളോട് പോയി ചോദിക്കുന്നുണ്ട്, ഇവിടെ റൂമുണ്ടോ, ഫുഡുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ, അതിനൊക്കെ ഓരോരുത്തരെ വിളിക്കുന്നതൊക്കെ ഹരിയുടെ നേരത്തെ കുട്ടിയുള്ള പ്ലാനിങ് ആണ്. ആ കുട്ടി ഇതൊന്നും അറിയണ പോലുമില്ല. എന്നിട്ട് അതെല്ലാം ഇവിടെ വെയിറ്റർ ആയാലും റൂം ബോയ് ആയാലും ഒക്കെ ഞാൻ തന്നെയാണ്. നിങ്ങൾ കാര്യം പറഞ്ഞു. അപ്പോൾ ഹരി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊരു റൂം വേണം. ജസ്റ്റ് അപ്പോൾ പെങ്കൊച്ച് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഹരിയെ റൂം? നമുക്ക് കുറച്ച് നേരം ഒന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇരിക്കാടി, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ശരി, ഫുഡൊക്കെ റെഡിയാക്കി വെച്ചോ, ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് ഈ ഹരിയുടെ കൂടെ പോവാട്ടോ. അങ്ങനെ ഹരിയും ആ പെങ്കൊച്ചും കൂടെ ആ പരിസരം മുഴുവനും ആടിപ്പാടി അങ്ങ് തകർച്ച് അങ്ങ് ജീവിക്കാട്ടോ, സ്നേഹിച്ച്. അങ്ങനെ ഇതൊരു വലിയ ചതിയാണെന്ന് പാവം പിടിച്ച പെണ്ണ് അറിയണ പോലുമില്ല. അതെല്ലാം കഴിയുമ്പം നമ്മുടെ ഏറ്റവും മൂത്ത ചേട്ടനുണ്ടല്ലോ ഗംഗാധരൻ, വൈജയുടെ ആ ഗംഗാധരേട്ടൻ ഇത്രയും നാൾ കാനഡയിൽ എവിടെയൊക്കെ ആയിരുന്നു കുറച്ച് നാൾ ഭാര്യയും കൂട്ടി. അത് കഴിഞ്ഞ് അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനും വൈകി. ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് കാറെടുത്തിരിക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. ശിവനും രാജീവനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ആദ്യം കേട്ടിട്ടാണ് ബാലചന്ദ്രനെ ഫോണിൽ വിളിക്കുക. പക്ഷേ കൂട്ടത്തിൽ ഇത്രയും ഒരു മാന്യനായിട്ടുള്ള മനുഷ്യൻ അയാളായതുകൊണ്ട് മാത്രമാണ് ബാലചന്ദ്രൻ അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് പ്രശ്നങ്ങളൊക്കെ ഇത്രയും ഉണ്ടെങ്കിലും സംസാരിക്കുന്നത്. ഗംഗേട്ടനായിരുന്നോ, എവിടെയായിരുന്നു ഇത്രയും നാൾ, എവിടെ യാത്രയിലായിരുന്നെന്ന് അറിഞ്ഞല്ലോ? അതെ, ഞാൻ യാത്രയിലായിരുന്നു, തിരിച്ച് വരുന്ന വഴിയാണ്, ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് ബാലചന്ദ്ര അവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, വൈജയ്ക്ക് ആക്സിഡൻ്റ് ആയ കാര്യമാണോ ചോദിക്കുന്നത്? അത് തന്നെയാണ്. അവളെ മനസ്സ് പ്രയാസപ്പെടുത്താനും എന്തിനായിരുന്നു ഇത്? അവളെ ഞാനായിട്ടല്ല അവൾക്ക് ഈ സംഭവിച്ചത്, ഇത് അവളുടെ അഹങ്കാരത്തിന് കിട്ടിയതാ, തീർന്നിട്ടില്ല, ഇനിയും കിടപ്പുണ്ട്, പിന്നെ ചത്തിട്ടില്ല, അത്രേ ഒരു ഭാഗ്യം. കാരണം പെട്ടെന്നൊന്നും അവൾക്ക് രക്ഷപ്പെട്ടു പോകാനൊന്നും കഴിയില്ല, ഇനിയുണ്ട് അവൾ അറിയാനും അനുഭവിക്കാനും ഒക്കെ, അത് കഴിഞ്ഞിട്ടേ അവൾ പോകത്തുള്ളൂ. അത്രത്തോളം അവളെന്നെ ദ്രോഹിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരന് പറയണ്ട്. അപ്പോൾ ഗംഗാധരൻ പണ്ട് ബാലചന്ദ്ര, കുടുംബമല്ലേ നമുക്ക് വലുത്, അലീന നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി നിർത്തിയാൽ ആ കുടുംബം നന്നായി പോവില്ലേ? എന്തിനാ ഞാൻ അവളെ മാറ്റി നിർത്തണം? അവളെ എൻ്റെ പൊന്നു മോളാ, അവളെ ഞാൻ മാറ്റി നിർത്തില്ല, അവളെ എൻ്റെ കൂടെ തന്നെ ജീവിക്കും. അവിടെ ചില കള്ളക്കഥകളൊക്കെ നീ പറഞ്ഞു കൂട്ടി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു, എന്തിനായിരുന്നു അതിൻ്റെ ആവശ്യം? എന്താ ഗംഗാധരേട്ടാ, സത്യമായിട്ട് ഞാൻ ഉള്ള കഥ നടന്നതെല്ലാം എല്ലാവരോടും തുറന്ന് പറയണമായിരുന്നോ? എന്നിട്ട് കുടുംബത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണമായിരുന്നോ? അതാണോ വേണ്ടത്? വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ സത്യം എന്താണെന്ന് എനിക്കറിയാം. ഗംഗേട്ടൻ എന്തറിയാമെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ വന്നു പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞങ്ങളന്ന് മരിച്ചു പോയി എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞ നമ്മുടെ വൈജയുടെ മോളാണ് വളർന്ന് വലുതായി നിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ അലീനാന്ന് എനിക്ക് അന്ന് തന്നെ പിടികിട്ടി. ഓഹോ, അത് ശരി, അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അന്ന് ഇവിടുന്ന് പോയിക്കളഞ്ഞല്ലേ? പിന്നെ എന്തിനാ ഇവിടുന്ന് ഓടിക്കളഞ്ഞത്? എല്ലാ കാര്യങ്ങളും സഹോദരിയോടും സഹോദരന്മാരോടും ഒക്കെ തുറന്ന് പറയാൻ പാടില്ലായിരുന്നോ? അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം പ്രശ്നത്തിലാവില്ലേ, മൊത്തം പോവില്ലേ? നിൻ്റെ മക്കളറിഞ്ഞാൽ ആകെ കുഴപ്പമില്ലേ? വൈജയെ ആത്മഹത്യ എന്തെങ്കിലും ചെയ്ത് കളഞ്ഞാലോ എന്നൊക്കെ പേടിച്ചാണ് ഞങ്ങൾ അന്നതൊന്നും തുറന്നു പറയാതെ മനസ്സിൽ വെച്ച് തിരിച്ചു പോയത്. ഞങ്ങൾക്ക് അന്ന് ഇതിനെല്ലാം മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലചന്ദ്ര, എടുത്തു ചാടി പല തീരുമാനങ്ങൾ എടുക്കണ്ട. ഞാൻ എന്തായാലും നാട്ടിലേക്ക് വരുന്നുണ്ട്. ഞാൻ മറ്റന്നാൾ എന്തായാലും അവിടെ എത്തും. നമുക്ക് വിശദമായിട്ട് ഒന്ന് സംസാരിക്കണം. അത് കഴിഞ്ഞ് ബാക്കി തീരുമാനങ്ങൾ എടുത്താൽ പോരെ? ആ മതി, എന്നാൽ പിന്നെ ഗംഗേട്ടൻ വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം, അത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറഞ്ഞ് അവർ ഫോൺ വെക്കുന്ന കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്